പൂർണിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധപൂർണിമ എന്ന് പറയുന്നത് അവന്റെ പ്രശ്നങ്ങളെ, അവന്റെ ജീവിതത്തിലൂടെ നീളം നടക്കുന്ന നേരിടുന്ന പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ദിനമാണ്. അതിന് മാർഗം കണ്ടെത്തി തന്നതിന്റെ ദിനമാണ്. നമ്മളത് നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാ മനുഷ്യരും, ലോകത്തെ എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങൾക്കും ബുദ്ധന്റെ സന്ദേശം ഒരു അനുഗ്രഹമാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ കെട്ടുപാടുകൾ, നിങ്ങളെ എന്താണോ വരിഞ്ഞു മുറുക്കിയിരുന്നത്, നിങ്ങളെ എന്താണോ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ നിറച്ചത് എന്തായിരുന്നോ, അത് ക്രമേണ ആ കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. നമ്മളെങ്ങനാണ്? നമ്മൾ 5 നിമിഷം കണ്ണടച്ചിരിക്കുമ്പോൾ, 5 നിമിഷം നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കാൻ പരിശീലിപ്പിക്കുന്നു. എങ്ങനെ? നമ്മുടെ ശ്വാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമ്മൾ ഒരു പരിശീലനമാണ്, ഒരു പരിശീലനം നമ്മുടെ മനസ്സിന് കൊടുക്കുകയാണ്. നിങ്ങൾ പല പരിശീലനങ്ങളും നിങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഒരു മാർഷൽ ആർട്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വഴക്കം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് പരിശീലനങ്ങൾ അവർ തരും. ഒരുപാട് വ്യായാമ മുറകൾ നിങ്ങൾ അഭ്യസിക്കേണ്ടി വരും. അങ്ങനെ അഭ്യസിച്ച് വരുമ്പോഴാണ് നിങ്ങളുടെ ശരീരം നല്ല വഴക്കമുള്ള ഒരു ശരീരമായിട്ട് മാറും. അതിനുശേഷമാണ് നിങ്ങൾക്ക് പലതിനെ പ്രതിരോധിക്കാൻ, ശരിയായ രീതിയിൽ പ്രതിരോധിക്കുവാൻ കഴിയുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. എപ്പോൾ നിങ്ങളോട് ഒരു ഭിക്ഷു അല്ലെങ്കിൽ ഒരു ധമ്മ പരിശീലന കേന്ദ്രത്തിൽ നിങ്ങൾ എത്തുമ്പോൾ, അവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു നിർദ്ദേശം തരുന്നു. എന്താണ് ആ നിർദ്ദേശം? ആ നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾക്കിനി നമ്മുടെ ധമ്മാചാരി ആർച്ചൽ ബാബു സാർ കുറച്ച് മുമ്പ് നമ്മളോട് പറഞ്ഞു, എന്താണ്? നമ്മളിനി 5 നിമിഷം ധ്യാനത്തിനായി മാറ്റിവെക്കുകയാണ്. 5 നിമിഷം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ധ്യാനത്തിനായി മാറ്റിവെക്കുക. ആ സന്ദർഭം, ആ 5 നിമിഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കണ്ണുകൾ അടച്ചു, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങളോട് ധർമാചാരി പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. അന്നേരമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തിരിച്ചറിയുവാൻ പോകുന്നത്. നിങ്ങൾ കണ്ണടച്ചിരുന്നു, ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു, ശ്വാസഭാഗത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. ആദ്യത്തെ പ്രാവശ്യം ശ്രദ്ധിച്ചു, രണ്ടാമത് ശ്രദ്ധിച്ചു, മൂന്നാമത് ശ്രദ്ധിച്ചു. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോയി, വേറെ ഏതൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പോകുന്നു. പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അല്ല, ഞാൻ എന്റെ ശ്രദ്ധ പോയി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറിക്കിട്ടി. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മുടെ മനസ്സ്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെ നിയന്ത്രിക്കുന്ന, ഓരോ ദിനവും തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന, ഓരോ ദിവസവും നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന, നല്ലതും മോശവുമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന മനസ്സ്, ആ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ വെച്ചാണ്. ആ മനസ്സ് നമ്മൾ കൃത്യമായിട്ട് അത് നമ്മുടെ നിയന്ത്രണത്തിലാണോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വെച്ച്. കുറച്ചു നേരം കഴിഞ്ഞു, നമ്മൾ അതിനോട് നമ്മുടെ മനസ്സ് പോയോ, നമ്മൾ ഇത് പരിശീലിക്കുന്നവർക്ക് എന്താണ്? അതിനകത്ത് ടെൻഷനില്ല. അവർ പെട്ടെന്ന് തന്നെ വീണ്ടും അവർ ആ പ്രക്രിയയിലേക്ക് തുടരും. കാരണം അത് മനസ്സിന്റെ സ്വഭാവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. മനസ്സിങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചു പോകും, അത് മനസ്സിന്റെ സ്വഭാവമാണ്. നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പരിശീലിച്ച് ഏകാഗ്രത, എങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പരിശീലിക്കുന്നു. അങ്ങനെ ഏകാഗ്രമാക്കി നമ്മൾ മനസ്സിനെ മാറ്റിക്കഴിയുമ്പോഴത്തേക്ക് അവിടേക്ക് നമ്മൾ എന്ത് വരുത്തുന്നു? ഏകാഗ്രമായിരിക്കുകയാണ് മനസ്സ്. അവിടേക്ക് നമ്മൾ സ്നേഹത്തെ, നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റുന്നു. അങ്ങനെ മനസ്സിൽ നമ്മൾ തീരുമാനമെടുക്കുന്നു. നമ്മൾ എന്ത് പറയുന്നു? നമ്മൾക്ക് മാത്രം നന്നാവണമെന്നല്ല നമ്മൾ പറയുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ പറയുന്നു. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടും ഈ ലോകത്തും സർവചരാചരങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും
സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അവർക്കെല്ലാം ഈ പ്രശ്നങ്ങളിൽ നിന്നും, അവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം, ജീവിതത്തിൽ നിന്നും മുമ്പോട്ട് പോകാൻ കഴിയാത്ത, ജീവിതത്തെ നയിക്കാൻ കഴിയാത്ത നിരന്തര പ്രശ്നങ്ങളെ, ആ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് എല്ലാ ജീവജാലങ്ങൾക്കും കഴിയട്ടെ എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ നമ്മൾ മനസ്സിനെ കരുണയുടെ, മൈത്രിയുടെ ഒരു പരിശീലനത്തിലേക്ക് കൊണ്ടുവരും. ക്രമേണ നമ്മൾ പരിശീലിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശത്രുവിനോട് പോലും ക്ഷമിക്കുവാൻ കഴിയുന്നു. ശത്രുവിനെ പോലും നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. നമ്മുടെ മനസ്സിലെ ക്രമേണ നമ്മുടെ മനസ്സിലെ ഏതാണ് കാമക്രോധ മോഹങ്ങൾ, നമ്മുടെ മനസ്സിൽ നമ്മളെ ചീത്തയാക്കുന്ന മാരൻ എന്ന വസ്തു. നമ്മൾ മാരൻ എന്ന് കേട്ടിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ മാരനെ കേട്ടത്? ഭഗവാൻ ബുദ്ധൻ ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ, ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം എന്താണ് ധ്യാനം അഭ്യസിക്കുകയാണ്. ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ ബുദ്ധനോട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അദ്ദേഹം ധ്യാനം അഭ്യസിക്കുക. എന്താണ് അദ്ദേഹം എടുത്ത പ്രതിജ്ഞ? ഞാൻ ഈ ദുഃഖത്തിന്, മനുഷ്യൻ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതിനു ശേഷമേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കൂ. അതിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ തടയുവാൻ കഴിയില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഭഗവാൻ ബുദ്ധൻ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ധ്യാന നിമഗ്നനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് മാരൻ പ്രത്യക്ഷപ്പെട്ടു. ആ മാരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് ചെയ്യുന്നത്? ആ ധ്യാനത്തിൽ നിന്ന് മാറാൻ, നമ്മളിപ്പോ ബോധഗയ വിഷയമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ കേൾക്കുന്നതാണ് മാരന്റെ ആ സംഭവം. അവിടെ നിന്ന് ഭഗവാൻ ബുദ്ധനെ ആ ധ്യാനത്തിൽ നിന്ന്, ഈ മാർഗം കണ്ടെത്തുന്നതിൽ നിന്നും തടയാൻ വേണ്ടി മാരൻ വരുന്നു. ആ മാരൻ ബുദ്ധന്റെ മുമ്പിൽ പല രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ബുദ്ധൻ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ബോധഗയയിൽ മാത്രമല്ല, നമ്മൾ നമ്മുടെ ശത്രുവിനെ തെരഞ്ഞ് നമ്മൾ ചുറ്റുപാടും അന്വേഷിക്കുകയാണ്. എല്ലാ മനുഷ്യനും ചെയ്യുന്നത് നമ്മുടെ ശത്രുവിനെ അന്വേഷിക്കുന്നത് നമ്മൾ എവിടെയാണ്? നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കുറച്ചുനാൾ മുമ്പ്, നിങ്ങൾ ധമ്മ അഭ്യസിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശത്രുവിനെ തെരഞ്ഞത് എവിടെയായിരിക്കും? നിങ്ങളുടെ ചുറ്റുപാടുകളാണ്, നിങ്ങളുടെ അയൽവക്കങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ തെരഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ തൊഴിലിടങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ തെരഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ തെരഞ്ഞത് നിങ്ങളുടെ പഠന മേഖലകളിലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ ധ്യാനം അഭ്യസിച്ച് ധമ്മം അറിഞ്ഞ് ഭഗവാൻ ബുദ്ധനെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, യഥാർത്ഥ ശത്രു പുറത്തല്ല, അകത്താണ്. എന്റെ ഉള്ളിലാണ് എന്റെ യഥാർത്ഥ ശത്രു ഇരിക്കുന്നത്. ആ ശത്രുവിനെ തോൽപ്പിക്കാതെ, ആ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാതെ നമ്മൾക്കൊരിക്കലും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന് കാരണം ആരാണ്? ഭഗവാൻ ബുദ്ധൻ. ആ ഭഗവാൻ ബുദ്ധൻ നമ്മൾക്ക് കാട്ടിത്തന്ന നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഞാൻ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ സന്ദർഭത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് മാറ്റത്തിന്റെ പുതിയൊരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം മുക്തിയുടെ മാർഗത്തിലേക്ക് വരുന്നത്. ആ മുക്തിയുടെ മാർഗത്തിലേക്ക്, നിങ്ങൾക്ക് നിർവ്വാണത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പാലിക്കണം? പഞ്ചശീലം നിങ്ങൾ പാലിക്കണം. 5 ശീലങ്ങൾ നിങ്ങൾ പാലിക്കണം. അതിനുശേഷം നിങ്ങൾ അഷ്ടാംഗ മാർഗം, പാരമിതങ്ങൾ ഇതെല്ലാം പാലിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായി മാറുവാൻ കഴിയും? നിങ്ങൾക്ക് നിർവ്വാണം പ്രാപിക്കുവാൻ കഴിയും. ജനന മരണമില്ലാത്ത ഒരവസ്ഥ, മുക്തിയുടെ മാർഗം അന്നേരം നിങ്ങൾ നേടിയെടുക്കും എന്ന് ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ട്, ഭഗവാൻ ബുദ്ധനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.